സംസ്ഥാനത്ത് സിം തട്ടിപ്പ് വ്യാപകം. ജാഗ്രത വേണമെന്ന് നിർദ്ദേശം നൽകി പോലീസ്. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സിം സംവിധാനത്തിലേക്ക് മാറുന്ന മൊബൈൽ ഫോൺ ഉപയോക്താക്കളെ ലക്ഷ്യമിട്ട് സംസ്ഥാനത്ത് തട്ടിപ്പ് വ്യാപകമാകുന്നു. കസ്റ്റമർ കെയറിൽ നിന്നാണെന്ന വ്യാജേന വിളിക്കുന്ന സംഘം ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ കൈക്കലാക്കിയാണ് പണം തട്ടുന്നത്. സംസ്ഥാനത്ത് 2 മാസത്തിനിടെ 18 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. നാഷണൽ സൈബർ ക്രൈം പോർട്ടലിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 97 പരാതികൾ വന്നിട്ടുണ്ട്. 7 കോടിയിലേറെ രൂപയുടെ തട്ടിപ്പ് നടന്നെന്നാണ് പരാതികളിൽ നിന്നും വ്യക്തമാകുന്നത്. ഈ സാഹചര്യത്തിൽ കർശന ജാഗ്രത പാലിക്കാൻ പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സിം അഥവാ ഡിജിറ്റൽ സിമ്മിൽ സിം കാർഡ് ഉണ്ടാകില്ല. ടെലികോം കമ്പനികളുടെ ഓഫീസുകളിൽ നേരിട്ട് പോകാതെ ഓൺലൈൻ വഴി തന്നെ ആക്ടിവേറ്റ് ചെയ്യാനാകും. ടെലികോം കമ്പനികൾക്ക് സിം പ്രോഗ്രാം ചെയ്യാനും ഡീആക്ടിവേറ്റ് ചെയ്യാനും കണക്ഷൻ മറ്റൊരു ഫോണിലേക്ക് മാറ്റാനും കഴിയും. ഇത്തരം സിം ഉപയോഗിക്കുന്ന ആളുകളെ ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ തട്ടിപ്പുകാർ രംഗത്തെത്തിയിരിക്കുന്നത്. കസ്റ്റമർ കെയറിൽ നിന്നെന്ന വ്യാജേന വിളിക്കുന്ന തട്ടിപ്പ് സംഘം മൊബൈൽ സേവന ദാതാക്കളുടെ ആപ്പിലോ വെബ്സൈറ്റിലോ പ്രവേശിച്ച് 32 അക്ക EID നൽകി സിം ആക്ടിവേറ്റ് ചെയ്യാൻ ആവശ്യപ്പെടും. ഇങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുന്നവരുടെ ഇമെയിലിലേക്ക് ലഭിക്കുന്ന QR കോഡ് സംഘത്തിന്റെ വാട്സപ്പ് നമ്പറിൽ അയച്ചു നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്യും. QR കോഡ് ലഭിക്കുന്ന തട്ടിപ്പുകാർ അവരുടെ മൊബൈലിൽ സിം ആക്ടിവേറ്റ് ചെയ്യുന്നതോടെ നിങ്ങളുടെ സിം കാർഡിന്റെ പൂർണ്ണ നിയന്ത്രണം അവരുടെ കൈകളിലാകും. ഇതോടെ നിങ്ങളുടെ കൈവശമുള്ള സിം പ്രവർത്തനരഹിതമാകും. 24 മണിക്കൂറിനുള്ളിൽ മാത്രമേ നിങ്ങളുടെ സിം പ്രവർത്തിച്ചു തുടങ്ങൂ എന്നും തട്ടിപ്പുകാർ അറിയിക്കും. ഈ സമയത്തിനുള്ളിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള എല്ലാ ബാങ്ക് അക്കൗണ്ടുകളുടെയും നിയന്ത്രണം തട്ടിപ്പുകാർ ഏറ്റെടുക്കും. ഓൺലൈൻ ഇടപാടുകൾ ചെയ്യുമ്പോൾ ലഭിക്കുന്ന OTP നമ്പരും അവരുടെ മൊബൈൽ ഫോണിലായിരിക്കും എത്തുക. ഈ സാഹചര്യത്തിൽ തട്ടിപ്പുകാർക്കെതിരെ കർശന ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. സിം ആക്ടിവേറ്റ് ചെയ്യാനും മറ്റൊരു ഫോണിലേക്ക് മാറ്റാനും സേവനദാതാക്കൾ പരസ്യപ്പെടുത്തിയിരിക്കുന്ന നമ്പറിലേക്ക് മാത്രം SMS അയയ്ക്കുക. മെയിലിൽ കിട്ടുന്ന QR കോഡ് ഉപയോഗിച്ച് മാത്രം സിം ആക്ടിവേറ്റ് ചെയ്യുക. QR കോഡ് ആർക്കും കൈമാറരുത്. QR കോഡ് കൈമാറാൻ സേവനദാതാക്കൾ ആവശ്യപ്പെടാറില്ല. സിം ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ നമ്പറിൽ ബാങ്ക് അക്കൗണ്ടുകൾ, പണമിടപാട് ആപ്പുകൾ, ക്ലൗഡ് പ്ലാറ്റ്ഫോം അക്കൗണ്ടുകൾ എന്നിവ ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം അക്കൗണ്ടുകൾക്ക് 2 ഫാക്ടർ ഓതന്റിഫിക്കേഷൻ സെറ്റ് ചെയ്യണം. കൂടാതെ എല്ലാ ഡിജിറ്റൽ അക്കൗണ്ടുകൾക്കും 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന അധിക സുരക്ഷാ ക്രമീകരണം ഉപയോഗിക്കുകയും വേണം.